Ready, 1, 2, 3, start. Hi friends, welcome to Devton Vlogs. ഇന്ന് ഞങ്ങൾ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എന്താ ഗെയിമിന്റെ പേര്? Who know me better. ഞങ്ങളൊരു റീൽ എടുക്കാനാണ് വിചാരിച്ചിരുന്നത്. ഇന്നും ഞങ്ങൾ റീൽസ് തന്നെയാണ് പോസ്റ്റ് ചെയ്യാറ്, ഷോർട്സ് ആയി. ആ ഡാൻസ് റീലല്ലേ. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാൾക്ക് തീരെ വയ്യ. അപ്പൊ പിന്നെ ആ പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു നമുക്ക് ഗെയിം, ചെറിയൊരു ഗെയിം, എല്ലാവർക്കും പരിചയമുള്ള ഗെയിം തന്നെയാണ്. അപ്പൊ പിന്നെ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാലോ, ഒരു എന്താ പറയാ വ്ളോഗ് പോലെ. പിന്നെ ചാനലില് രണ്ടാമത്തെ ഗെയിം ആയിട്ടാണ്. അതെ, ആദ്യം ഞങ്ങൾ ഇങ്ങനെ അന്ന് 4-5 ആൾക്കാരുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ഒരു വീഡിയോ ഞങ്ങൾ ഇങ്ങനെ ഗെയിം ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടാ. പിന്നെ എൻ്റെ പേര് ശ്രുതിയാണ്. ഞാൻ ഹരിത. ഗായത്രി. ഞങ്ങൾ രണ്ടാളും ഒരു വീട്ടിലാണ് കേട്ടോ. ഞങ്ങളെ ഏട്ടൻ്റെ മോളാണ്. അപ്പൊ ഗെയിമില് ഇവളാണ് ആദ്യം. കൂടുതൽ അറിയണത് ആരേനെയാണോ എന്നെ പറ്റിയിട്ടാണ്. ഞാൻ കുറച്ച് 10 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 10 ചോദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതില് ഇവർക്ക് എത്രത്തോളം പോയിന്റ് കിട്ടും എന്ന് നോക്കി നോക്കാം. ആർക്കാണ് പണിഷ്മെന്റ്. ഞങ്ങള് ഇരുമ്പാമ്പുളി എടുത്തു വെച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള കാരണം ഞങ്ങൾക്ക് ഒന്നും ഞങ്ങൾ എന്താ പറയാ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഉണ്ടായത്. ഞാൻ ആദ്യം കണ്ണടച്ചിരുന്നോ, ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. പിന്നെ അതിന്റെ ആൻസേഴ്സ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടുണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവട്ടാ. ഒരുമിച്ച് എഴുതണേ. ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോ കാണിച്ചു തരണം. ഓക്കെ, കാണിച്ചു തരിക. അല്ലെങ്കിൽ ഒരുമിച്ച് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് കളർ. എല്ലാരും ചോദിക്കണ ക്വസ്റ്റ്യന് ഫേവറേറ്റ് കളർ. എഴുതിയാ? റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഏതാ? ബ്ലാക്ക്. ബ്ലാക്ക് അല്ല, റെഡ് ആണ്. ശരിക്കോ? റെഡ് ആണ്. റെഡ്. അപ്പൊ ഗായത്രിക്ക് ഒരു പോയിന്റ്. രണ്ട് ഡ്രസ്സുണ്ട്. എനിക്ക് റെഡ് ഇഷ്ടാ. പക്ഷെ റെഡ് അല്ലല്ല, ഇന്റത് പറഞ്ഞു കഴിഞ്ഞാല് ഇല്ലാത്ത ഡ്രസ്സ്, അതായത് ഇല്ലാത്ത കളറുകൾ ഇടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ വെച്ചിട്ട് റെഡാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഗായത്രി ഒരു പോയിന്റ് ഇട്ടാ. എഴുതി വെച്ച പോയിന്റുകൾ എഴുതി വെച്ചോട്ടാ. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണ്, എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ്. അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മെയിനും പിന്നെ നമ്മളൊരു കറി പോലെ. അതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്ക് കൊടുക്കാം. ഏതാച്ചാല് പറഞ്ഞോ. ഫേവറേറ്റ് ഫുഡ് എഴുതിയാ? അല്ല, എഴുതിക്കോ. കിട്ടുകയാണെങ്കിൽ കോമ്പിനേഷൻ ഉണ്ടാവൂലോ. രണ്ടും കിട്ടുകയാണെങ്കിൽ അത്ര നല്ലത്. ബ്രേക്ക്ഫാസ്റ്റ് ആണോ, ലഞ്ച് ആണോ, ഡിന്നർ ആണോ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറഞ്ഞു. ഓക്കെ, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ബീഫ് ബിരിയാണി. കറിയില് ഞാൻ പറയട്ടെ. കറിയില് പറ. ചൂരക്കറി. കറിയില് കൂടുതൽ ഇഷ്ടമായി അങ്ങനെ ബീഫ് ബിരിയാണി അല്ല, ബീഫ് ഒക്കെ ഇഷ്ടമാണ്. ഞാൻ പൊറോട്ടയും ബീഫുമാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കഴിക്കാൻ തോന്നുമ്പോ ഞാൻ ഏട്ടനോടായാലും പറയാ എനിക്ക് പൊറോട്ടയും ബീഫും വേണമെന്നാ കൂടുതലും പറയും. അപ്പൊ ഇത് രണ്ടാൾക്കും പോയിന്റ് ഇല്ല. സ്വന്തം വീട്ടില് ബീഫ് കൂടുതൽ ഇഷ്ടമാണ്. എനിക്ക് അറിയാട്ടോ. ബിരിയാണി വാങ്ങാൻ എനിക്ക് ബീഫ് ബിരിയാണി ബിരിയാണി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം, അല്ലെങ്കിൽ എനിക്ക് ആവണം എന്നുള്ളൊരു ഇത് എന്താ എൻ്റെ ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം? ജോലിയാണോ? എന്താവണം എന്നാണ്. അതിനോട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് എഴുതിയാലും കുഴപ്പമില്ല. എനിക്ക് മനസ്സിലായില്ല. അതായത് എനിക്ക് എന്താണ് ഭാവിയിലെന്നല്ല, ഞാനിപ്പോ അങ്ങനൊന്നും പറഞ്ഞില്ല. എനിക്ക് എന്താവണം, എന്റെ ലക്ഷ്യം എന്താണ്? ഇനി കൊറേ ലക്ഷ്യങ്ങളുണ്ട്. ഓക്കെ, കൊറേ ലക്ഷ്യം. ഏതാ ഗൈസ് പറയും? ഏതായിരിക്കും പറയട്ടെ. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. എന്തെഴുതി? കമ്പ്യൂട്ടർ ഫീൽഡില് അങ്ങനെ ടീച്ചർ.
എനിക്ക് ഡാറ്റ സയന്റിസ്റ്റ് ആവാനാണ് ആഗ്രഹം. അപ്പോൾ കമ്പ്യൂട്ടർ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി അവള് പഠിച്ച് ഇറങ്ങിയത് അതാണ്. അപ്പോൾ ഒരു പോയിന്റ് പഠിക്കണതൊക്കെ അവൾക്ക് അറിയാറുണ്ടോ? അതാണ് പഠിച്ചപ്പോ അറിയായിരുന്നു. പക്ഷെ അവള് ഇങ്ങനെ ആദ്യം ടീച്ചറിന് എഴുതാനാ പോയതിട്ടാ. പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങനെ മാറി നല്ല സ്ഥലമുള്ള ആളാ. മാത്സ് ടീച്ചർ എഴുതിക്കണത്. ഓക്കെ, അപ്പൊ ഗായത്രിക്ക് ഒരു പോയിന്റ്, സുധിക്ക് അല്ല എനിക്കൊരു പോയിന്റ്, 0 പോയിന്റ്. അല്ല ഒരു പോയിന്റ് കിട്ടിയില്ല. റെഡ് അല്ല ഞാൻ ഇപ്പത്തെ എന്താ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം മൊത്തത്തില് എത്ര ക്വസ്റ്റ്യൻസ് ആയി? 3 അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകട്ടെ. ഓക്കെ, ഞങ്ങളുടെ കല്യാണം നടന്ന ഡേറ്റ്, ദിവസം വേണം, വർഷം വേണം, മാസം വേണം. വേണം കണക്ക്. ഇവർക്ക് അറിയാം എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അത് വെച്ചിട്ട് കണക്ക് കൂട്ടട്ടെ, അത് വെച്ച് കണക്ക് കൂട്ടട്ടെ എത്ര വർഷമായി എന്നുള്ളത്. ബാക്കോട്ട് കണക്ക് കൂട്ടട്ടെ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? സോറി, പറയൂ. വെഡിങ് ഡേറ്റ് ആണ്. ഡേറ്റ് എനിക്ക് ഓർമ്മ. വർഷം വർഷം കൂട്ടണ്ട. എങ്ങനെ കണക്ക് കൂട്ടുക? കണക്കൂട്ടിക്കോ. ഈ വർഷം കൂട്ടണം. എന്നാ പകുതിയെങ്കിലും എഴുതി കഴിഞ്ഞാല് തരാം, മാർക്ക് തരാം. വർഷം ഏകദേശം പറയണത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി പറഞ്ഞാൽ മതിയാ? കഴിഞ്ഞിട്ട് പറഞ്ഞാലും മതി. എന്നാ കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു കറക്റ്റ് പറയണം. ഈ വർഷം കൂട്ടണ്ട. ഈ വർഷം ആയിട്ടില്ലല്ലോ. തുടങ്ങണല്ലോ, തുടങ്ങിയിട്ടില്ലല്ലോ. ഐഡിയ റെഡി? 1 2 3 സ്റ്റാർട്ട്. ഗായത്രി നവംബർ 1 5 വർഷം. നവംബർ 1 5 വർഷമായി. ഈ വർഷത്തേക്ക് 2020 ആണ് കേട്ടോ. മറക്കരുത്, 2020ലാണ് കല്യാണം കഴിഞ്ഞത്. ഓക്കെ, 2020. അപ്പൊ രണ്ടാക്കും ഓരോ പോയിന്റ്. അപ്പൊ രണ്ടാക്കും ടോട്ടല് 2 പോയിന്റ് കേട്ടാ. ഇതെന്തെങ്ങനെ വരുന്നേ? അത് കുഴപ്പമില്ല, മൈൻഡ് ചെയ്യണ്ട. ലൈറ്റ് കുറഞ്ഞോണ്ട് ബ്രൈറ്റ്നെസ് കാണിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണോ അതോ രാത്രി ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അതായത് നേരത്തെ നീറ്റ് പണികൾ ചെയ്യുന്ന ആളാണോ അതോ രാത്രിയോട് കൂടുതൽ ഇഷ്ടമുള്ള ആളാണോ? ഇന്നെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം, ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം കാര്യം. പറ. ഞാൻ രാവിലെ ഇഷ്ടപ്പെടുന്ന ആളാണോ രാത്രി ഇഷ്ടപ്പെടുന്ന ആളാണോ? ഓക്കെ, ചെയ്തിട്ടെ. അയ്യോ ഇത്ര വേഗം. പറ. ആയാ റെഡി? 1 2 3 സ്റ്റാർട്ട്. ഏതാ? നൈറ്റ്. അതിന്റെ ചോദിക്കായിരുന്നു. ഉറക്കം വെച്ചാൽ പ്രാന്താണ്, ഉറക്കപ്രാന്തിയാണ് ഓൾക്ക്. ഒക്കെ എത്ര ഉറങ്ങിയാലും ഓൾക്ക് മതിയാവില്ല സത്യമായിട്ടും. അത് കാരണം രാവിലെ നേരത്തെ നീക്കാറില്ല. ഇല്ല, ഒരു പോയിന്റ് ആണ് കേട്ടോ, തീരെ നീക്കാറില്ല. അവളെ അത് ഉറക്കത്തിൽ പെട്ടുപോണതാണ്. അവൾക്ക് ഭയങ്കര ഉറക്കം. ഞാൻ വേണേ പോയി കിടന്നു, ഞാൻ നല്ല സുഖമായിട്ട് അങ്ങ് ഉച്ചയ്ക്ക് ഇറങ്ങിക്കോട്ടെ, രാവിലെ ഇറങ്ങിക്കോട്ടെ, രാത്രി ഇറങ്ങിക്കോട്ടെ. ഉറങ്ങാൻ കൂടുതൽ ഉറങ്ങാൻ തിന്നുന്നതിനേക്കാൾ ഇഷ്ടം കുഴപ്പമില്ല, ഉറങ്ങുന്നതാണ് അവൾക്ക് ഇഷ്ടം. ഓക്കെ, അപ്പൊ നമുക്ക് 3 പോയിന്റ് ആയില്ലേ? രണ്ടാൾക്കും 3 പോയിന്റ് ആയേ. അല്ലട കുഞ്ഞാ, ഒന്നുമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എത്രാമത്തെ ക്വസ്റ്റ്യനായി? ഇനി ഫേവറേറ്റ് കളർ കഴിഞ്ഞ് 6ാമത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെറ്റ്. ഇഷ്ടപ്പെട്ട പെറ്റ് എനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടേനെ. പക്ഷെ എനിക്ക് അറിയണത് കേട്ടോ, കാരണം ഞാൻ ഒരുപാട് ഇവളിങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഇതുപോലെ വാങ്ങിയ അവസരത്തിലൊക്കെ അതാണ്. ഓക്കെ, റെഡി അല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ഡോഗ്. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ട്, പക്ഷെ എന്റെ ഭർത്താവിനും ഇഷ്ടമല്ല, എന്റെ അമ്മയ്ക്കും ഇഷ്ടമല്ല. ഞങ്ങള് വാങ്ങിയ എന്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമാണ്. ഞാൻ വാങ്ങിണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, ചത്തുപോയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ 4 പോയിന്റ് ഇട്ടാ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. വലിയ കുഴപ്പമില്ല. എന്താണ് വെളിച്ചം കുറഞ്ഞെന്നാ? കുറച്ച് കുറഞ്ഞിരിക്കുന്നു. ട്രോളാണ്. വീഡിയോ എടുക്കണ്ടിട്ട് അങ്ങനെ വീഡിയോ എടുക്കാറില്ലല്ലോ, ഞങ്ങൾ ഏറെ റീൽസിൽ എടുക്കാറ് കണ്ടിട്ടോ. കുറച്ച് സൗണ്ട് കൂട്ടി പറഞ്ഞോളൂ കേട്ടോ, കാരണം നമുക്ക് മൈക്കൊന്നും ഇല്ല അവനൊക്കെ കേൾക്കാൻ. മെച്ചപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതന്നെ. ഇനി അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ
അപ്പൊ വിളിച്ചു ഇരുട്ടായി തുടങ്ങി. ഞങ്ങള് പെട്ടെന്നുണ്ടായ പ്ലാനെന്ന് പറഞ്ഞല്ലോ വിളിച്ചു. എടുക്കണില്ല വെച്ചിട്ടായിരുന്നു. അപ്പൊ എന്തേലും ഒന്നും എടുക്കാതിരിക്കണ്ടല്ലോ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇല്ല പിന്നെ ഞങ്ങക്ക് മടിയാവും അതാണ്. അല്ല നെക്സ്റ്റ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടാ. പിന്നെ ഓക്കെ ഫേവറേറ്റ് ഫുഡ് കഴിഞ്ഞു, പെറ്റ് കഴിഞ്ഞു, പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഇത് അതായത് മധുരമുള്ള പലഹാരങ്ങളാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം, അതോ മറ്റേ ടൈപ്പ് ഈ എരും പുളിയൊക്കെ ഉള്ള ടൈപ്പാണ് ഇഷ്ടം? അയ്യോ എൻ്റെ ഒരു ഇതില് എനിക്ക് അറിയുന്നത് വെച്ചിട്ട് ഞാൻ പറയാട്ടോ. ഏതായിരിക്കും? ഗായത്രിക്ക് അറിയണ്ട. റെഡി 1 2 3 സ്റ്റാർട്ട്. സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ്, കോഫി, പാൽ ചായ, ആ വക ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒരു ദിവസം 10 കോഫിയോ 10 പാൽ ചായ എത്രയെങ്കിലും കഴിച്ചോളൂ. ഇപ്പൊ എന്താണ് അവിൽ മിൽക്കോ ഷേക്ക് ഐറ്റംസോ ഐസ്ക്രീം വേണമെങ്കിലും കൊടുക്കാൻ കഴിച്ചോളൂ. അവൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അരിനൊക്കെ വെച്ച് നോക്കുമ്പോൾ മധുരം ഇഷ്ടം. ഈ മാങ്ങ പുളിശ്ശേരി അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം മധുരം കഴിക്കുന്നതാണ്. പിന്നെ ഓക്കെ അപ്പൊ എത്ര പോയിന്റ് ആയി? ഓരോരുത്തർക്ക് എത്ര പോയിന്റ്? 4 5ആയില്ല? 1 2 3 അല്ല 5ആയില്ല. 2 0യും 4. ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ഞാൻ 5 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. പിന്നെ എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഇത് പെടും, അരി പെടും അവിടെ കിട്ടാ. എന്താണ് എന്റെ ഫേവറേറ്റ് സബ്ജക്ട്? എന്താ എഴുതിയാ? 2 പറയാൻ പറ്റുമോ? 2 പറ്റില്ല. 2 ഓപ്ഷൻസ് ഇല്ല. 2 നമുക്ക് വെറുതെ പറ്റില്ല. 1 ഒറ്റ സബ്ജക്ട് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട്, എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് പറയാട്ടോ. മാത്സ് ഇംഗ്ലീഷിൽ മാത്സ് ആണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട്. അപ്പൊ 2 പേർക്കും പോയിന്റ് ഉണ്ട് കേട്ടാ. ഓരോരുത്തർക്കും ഓരോ പോയിന്റ് കിട്ടിട്ടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഞാൻ ഇങ്ങനെ സങ്കടമോ അല്ലെങ്കിൽ സന്തോഷം എന്ത് വന്നാലും റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു വഴി, എന്ത് ചെയ്താലാണ് ഞാൻ റിലാക്സിങ് ആവുക എന്നുള്ളത് ഉറപ്പില്ല. എന്തായിരിക്കും? ഓക്കെ എഴുതിയാ? റെഡി 1 2 3 സ്റ്റാർട്ട്. സോങ് വെക്കുക. ഈ പറ. ഇങ്ങോട്ട് ഞാൻ അധികം ചിന്തിച്ചില്ല. ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് അത് പാട്ട് കേൾക്കുക. ചിലപ്പോ എന്താ പറയാ എന്തെങ്കിലും ചെയ്യുമ്പോഴായ ഇപ്പൊ തുടക്കുകയാണെങ്കിലും ഒക്കെ ഞാൻ പാട്ട് വെച്ചോണ്ടിരിക്കും. അതാണ് എന്റെ റിലാക്സ് ചെയ്യാനുള്ള വഴി. ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. ഇപ്പൊ വിളിച്ചിട്ടേ അതിനെ കൂടി കേറിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ കുഞ്ഞിട്ടേ ഇരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ക്വസ്റ്റ്യന് ഞാൻ ഡിഗ്രി പഠിച്ച കോളേജിന്റെ പേര്, സ്ഥലം പറഞ്ഞാലും മതി, എവിടെയാണ് ഡിഗ്രി പഠിച്ചത് എന്നുള്ളത്. ആരോഗ്യ പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ ഡിഗ്രി പഠിച്ചത് എവിടെയാ? +2 പഠിച്ചതും ഡിഗ്രി പഠിച്ചതും PG ചെയ്തതും ഡാറ്റ സയൻസ് എടുത്തൊക്കെ അറിയാം. +2 വരെ ദാറുസ്സലാമിലിരുന്ന് ഡിഗ്രി ഡിഗ്രി പറയാനായ MD കോളേജ് അല്ലേ? ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന സ്ഥലത്തിന് കഴിഞ്ഞത് എഴുതിയത് കുഴപ്പമില്ല. ഞാൻ പഴനിയിലാണ് പഠിച്ചത്, MD-യിലാണ് പഠിച്ചത്. ഓക്കെ അപ്പോൾ ചാലഞ്ച് കഴിഞ്ഞ് 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞില്ലേ? 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞില്ലേ? ഇനി മാർക്ക് എത്രയാ പറഞ്ഞോ? ശ്രുതിക്ക് 8 മാർക്ക്, ഗായത്രിക്ക് 5 മാർക്ക്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ബെറ്റർ ആണ്. അപ്പൊ നമുക്ക് ഒന്നാമത് അവളെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ അറിയാലോ, ഞങ്ങളൊരു വീട്ടിലായതുകൊണ്ടാണ്. ഇനി ഇവരോടൊക്കെ ഷെയർ ചെയ്യണമെന്നിട്ടല്ല. പക്ഷെ നമ്മളത്ര ഓർത്തിരിക്കില്ല, അതാണ്. അത് കുഴപ്പമൊന്നുമില്ല. ചാലഞ്ച് അത്ര തന്നെ ഉള്ളൂ. അപ്പൊ പണിഷ്മെന്റ് ശ്രുതി ജയിച്ചിരിക്കുകയാണ്. ശ്രുതിക്ക് എന്താണ് കിൻഡർ ജോയ് വെച്ചെടുക്കും. പണിഷ്മെന്റ് ഇപ്പൊ നമുക്ക് ഇരുമ്പാമ്പുളി സ്വത്തോളെ കൊണ്ട് ഗായത്രീനെ കൊണ്ട് എടുപ്പിക്കാം. ഓളാണ് നമുക്ക് ഇരുമ്പാമ്പുളി പോയി പറിച്ചത്.
ശരിക്കും പറഞ്ഞാൽ വലുത് കൊടുക്കണം, പക്ഷെ സാരമില്ല, ചെറുത് കൊടുക്കണം. ഇത്ര നേരം ഇതിന്റെ പകുതി കിട്ടി. കിട്ടിയ കാരണം പിന്നെ കുഴപ്പമില്ല. ഏത് സാധനം നോക്കി കഴിക്കാനേ ശരിക്കും പറഞ്ഞ എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിപ്പിക്കണായിരുന്നു, അതൊരു ചാലഞ്ച് ആക്കണായിരുന്നു. നല്ല പുളിയുള്ള ഇരുമ്പാപ്പുളിയാണെന്നൊക്കെ വൈൻഡപ്പ് ചെയ്യണ്ടേ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ നേരെ ഇരുട്ടി ഞങ്ങള് പെട്ടെന്ന് ഉണ്ടായതാന്ന് പറഞ്ഞല്ലോ. ഇന്നത്തെ ഗെയിം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ പറയണം. എന്തെങ്കിലും ഇതാക്കണമെങ്കിൽ ഞങ്ങള് ഇമ്പ്രൂവ് ചെയ്യണ്ട്. ഇപ്പൊ ഞങ്ങള് കുറച്ച് ലിമിറ്റിൽ നിന്നിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, അത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഞങ്ങള് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ വീഡിയോസ് വേണ്ടെന്നുള്ളതും കമന്റ് ചെയ്യുക. അപ്പൊ അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ടാറ്റാ ബൈ.